ഞാനൊന്നും ചെയ്യേണ്ട തൊപ്പിക്ക് കാര്യമില്ല. എന്തോരം ഫാൻ പേജ്, എനിക്ക് തോന്നുന്നു തൊപ്പി എല്ലാ ഫാൻ പേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? സപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരെയും ഇല്ല. അധികം ഇപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്ത പോലെ ആക്കിയിട്ട് ഫേക്ക് റിയാക്ഷൻ എന്ന് പറയും. അതായത് ഞാൻ വേറെ എന്തോ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത ക്ലിപ്പിങ്ങിൻ്റെ എൻ്റെ തല മാത്രം കട്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോൻ്റെ താഴെ കൊണ്ടുപോയിട്ട് വെക്കും. അതായത് ഞാൻ റിയാക്ട് ചെയ്ത ക്ലിപ്പല്ല അത്. ഞാൻ വേറെ എന്തോ കാര്യത്തിന് റിയാക്ട് ചെയ്ത എക്സ്പ്രഷൻ ഇടുന്നത് വേറൊരു വീഡിയോൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഫാൻ പേജുകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഫേക്ക് റിയാക്ഷൻ്റെ സംഭവം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. പക്ഷെ എന്നാലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? അത് ക്ലാഷ് ഓഫ് പബ്ജിയാണ്. ക്ലാൻസിന് മുന്നേ മിനി മിലിഷ്യ ക്ലാഷ് ഓഫ് ക്ലാൻസ് അതെ. പിന്നെ പബ്ജി. ലൈക്ക് ഗെയിമിങ്ങിലേക്കൊരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ഗെയിമിങ്ങിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി വീണു പോയതാണ്. കാരണം ഫ്രണ്ട്സ് ഒന്നിച്ചാരും ഇല്ലാത്തവർ ഓട്ടോമാറ്റിക്കലി ഗെയിമിലേക്ക് വീണ് പോകും. അതങ്ങനെയാണ്. ഇപ്പം ഞാൻ ഗെയിം കളി കുറവാ മീൻസ് മുന്നത്തേന് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. മുന്നേന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സോ ആരും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്തെങ്കിലും ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിമിൻ്റെ അകത്ത് കുറേ ഫ്രണ്ട്സിനെ കിട്ടും നമുക്ക്, ഓൺലൈൻ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗെയിമിലേക്ക് ഇതാകുന്നത്. ആദ്യം ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതിൽ ക്ലാനിൽ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ ഇങ്ങനെ ലൈറ്റ് അങ്ങനെ ഓൺലൈനിലാണ് ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസിന് ശേഷം പല ഗെയിമിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പം പബ്ജിയിൽ. ലൈക്ക് ഇപ്പം സ്ട്രീമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം തൊപ്പീനെ കണ്ട് ഒരുപാട് പേര് സ്ട്രീം ചെയ്യുന്നു, അതുപോലെ തൊപ്പി ഒരാളെ കണ്ടിട്ടായിരിക്കുമല്ലോ തൊപ്പിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വേറൊരാളാണ്. പക്ഷെ എൻ്റെ സ്ട്രീമിങ് ആദ്യം തുടങ്ങിയതിൻ്റെ ഇൻസ്പിറേഷൻ മൊത്തം ഐഷോ സ്പീഡിനെ അറിയോ? ഐഷോ സ്പീഡിൻ്റെ കണ്ടിട്ടാണ്. ഐഷോ സ്പീഡിൻ്റെ ഒരു കറക്റ്റ് റെപ്ലിക്ക മലയാളത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ലെവലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ക്യാരക്ടർ വേറെ എന്തെല്ലാം രീതിയിലേക്ക് അത് മലയാളത്തിലേക്ക് ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല മലയാളീസിന് ഇഷ്ടപ്പെടുന്നത്, പല രീതിയിലായി. പിന്നെ ഞാൻ ആ ഫ്ലോയിൽ വെച്ച് അങ്ങ് പോയി. പിന്നെ എവിടെയെങ്കിലും എന്തെല്ലോ രീതിയിലായി. സ്റ്റാർട്ടിങ് ഐഷോ സ്പീഡിന് വേണ്ടിയിട്ടാണ് ഇൻസ്പിറേഷൻ കംപ്ലീറ്റ്ലി. ഇപ്പം ഞാൻ ചെയ്ത ബാഡായിട്ട് ആൾക്കാർ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ചെയ്ത ബാഡ് കാര്യങ്ങൾ മൊത്തം ഐഷോ സ്പീഡിനെ കോപ്പി അടിച്ച് ചെയ്തതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു മോശം കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. ആ സമയത്ത് ഐഷോ സ്പീഡ് കാണിക്കുന്നത് ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഭ്രാന്തം കളിയാണ്. അപ്പം അതുപോലെ ഞാൻ കളിക്കണം എന്നുള്ള ആ ഒരു മനസ്സിലായി. അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ വെച്ചാൽ സ്ട്രീമിങ് തുടങ്ങാനുള്ള കാരണം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഫസൽ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന ഫ്രണ്ട്, അവൻ സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വന്നത്. മീൻസ് ഇങ്ങനൊരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതല്ല. ഞാൻ ഡിപ്രഷൻ അടിച്ച് സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതാണ്. അതായത് വേറെ ഒന്നും ചെയ്യാനില്ലാണ്ട് ഇത് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്നുള്ള ഇതിൽ അങ്ങനെ അത്രയും എടുത്തിട്ടാണ് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് വരുന്നത്. സ്ട്രീമിങ്ങിലേക്ക് വന്നതിന് ശേഷം അതിൽ ഭയങ്കര എന്തൊക്കെയോ ഹോപ്പ്, സന്തോഷങ്ങൾ വരുന്നു, കുറേ ഹാപ്പിനെസ് അതിൽ കിട്ടാൻ തുടങ്ങിയപ്പം പിന്നെ അതിൽ നിന്ന് മാറിയതാണ്. അല്ലാണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് സ്ട്രീമിങ് തുടങ്ങിയതല്ല. പിന്നെ ഇവൻ പോയതിന് ശേഷം, കാരണം ഇവനായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള്. പിന്നെ ഇവൻ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര കുറേ വർഷം ഞാൻ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു കണക്കിന് ഓൻ കാരണമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങൂലായിരുന്നു. ഓക്കെ. അപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതലും ഇപ്പോൾ സ്ട്രീമിങ്ങിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് ഇങ്ങനെ ലൈക്ക് ഇപ്പം ചാറ്റിൽ ആൾക്കാർ പറയുന്നത് അനുസരിച്ചല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ലൈക്ക് അതൊക്കെ അന്ന് ചെയ്തോർത്തിട്ട് റിഗ്രറ്റ് ഉണ്ടോ? ചാറ്റ് പറയുന്നത് കേട്ട് ചെയ്യാന്നുള്ളത് ഒരു സ്ട്രീമറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത്. മീൻസ് ഒരു സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ സ്ട്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്താൽ പോരെ. ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കമൻസ് വരിക. ലൈവ് എന്ന് പറഞ്ഞാൽ ഓൺ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമൻസ് വരും. അതായത് ഞാനിപ്പം ഇപ്പോൾ എത്ര 3 മണിക്കാണ് ഞാനിപ്പോൾ ലൈവ് ഇടുന്നെങ്കിൽ ഈ 3 മണിക്ക് തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കാണുന്ന ആൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് നോക്കിയിട്ട് ഞാൻ അയാൾ പറയുന്ന പോലെ ചെയ്യണം.
അത് ഒരു സ്ട്രീമറിന്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബോറിങ് ആവില്ലേ. അപ്പം ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാ. സ്ട്രീമിങ് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാ. ഈ ഓഡിയൻസ് ചാറ്റ് എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ള ഒരു റൂള് വെച്ചതാ. ഓക്കെ. അപ്പം അന്ന് തൊപ്പിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് തൊപ്പിയുടേന്ന്. എന്ന് പറഞ്ഞു എന്നോട് സംസാരിച്ചപ്പോഴെല്ലാം ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ, ആ പഴയ ഇന്റർവ്യൂല് പഴയ ഇന്റർവ്യൂ. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാന്ന് പറഞ്ഞു. ആ, ഞാൻ ഇന്റർവ്യൂ കാണാപ്പാടം പഠിച്ചേക്കാം, അതുകൊണ്ടാ പറയാണ്. അല്ല, ഞാൻ അങ്ങനെ ദേഷ്യം വരുന്ന ആളെന്നല്ല, ഗെയിമിലായിരിക്കും. അതെ, ഗെയിമിൽ ദേഷ്യം വരും എനിക്ക്. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ കുറേ വർഷങ്ങൾ ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഗെയിം കളിച്ച് എൻ്റെ റിയാലിറ്റി ഗെയിമായി മാറിയിരുന്നു. അപ്പോൾ ഗെയിമിൽ പറ്റുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും എനിക്ക് ലൈഫിൽ പറ്റുന്ന മിസ്റ്റേക്ക് പോലെ തോന്നലുണ്ട്. അപ്പം അങ്ങനെ ദേഷ്യം വരും. ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ദേഷ്യം വരും. അല്ലാണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒരു ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടർ അല്ല റിയൽ ലൈഫിൽ. ഇപ്പോഴും അല്ല. അല്ല അല്ല അങ്ങനെയല്ല. ഓക്കെ. അപ്പം പണ്ട്, എനിക്കത് അറിയില്ല, ഇത് ചോദിക്കാൻ പറ്റുമോ, തൊപ്പിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. തൊപ്പിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ലൈക്ക് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും അറിയുന്ന ഇതായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ അറിയുന്നത് നിങ്ങൾ ബ്രേക്കപ്പായി എന്നാണ്. അത് എന്തുകൊണ്ടാണ്? ബ്രേക്കപ്പിൻ്റെ റീസൺ ആണോ? റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ, മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ. അടികളും വഴക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരു വർഷത്തിന് മുകളിലായി. ഈ ഒരു വർഷത്തിന് മുകളിലായിട്ടും ഞാൻ ഓളും അങ്ങനെ തന്നെയാണ്. ഓളും ഇതുവരെ പോയിട്ട് നമ്മൾ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഞാനും എവിടെയും പോയി പറഞ്ഞില്ല. ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പേഴ്സണൽ കാര്യമല്ല അത്. അപ്പം അങ്ങനെ അതിൻ്റെ ഗുഡ് സൈഡ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലവ്, എൻ്റെ ആദ്യത്തെ പ്രണയം. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഇതിൽ മുന്നിനോട് ചോദിച്ചാൽ അറിയാം, ഇവൻ എപ്പോഴും പറയാം എടുത്ത് കത്തിക്കാൻ. ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ അലമാരയിൽ. ഒരു ഓർമ്മപ്പെട്ടി എന്നാ പറയുക അതിന്. ഓർമ്മപ്പെട്ടില്ല, എന്തെങ്കിലും സാധനം കാണാണ്ടായി കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് ഇങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനമെല്ലാം ആ പെട്ടിയിൽ വെക്കുക. ആ പെട്ടിയിൽ ഇങ്ങനെ നമ്മുടെ റിലേഷനുള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ, അതിന് ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പെട്ടിയിലുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല, പാൻ കാർഡ് കാണുന്നില്ല, എവിടെ ഓർമ്മപ്പെട്ടിയിൽ നോക്കുക, അങ്ങനെ പറയാം. അതിലാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. പക്ഷേ ലൈഫല്ലേ, എല്ലാവരും ലൈഫിൽ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വലിയ, അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ രണ്ടാളും നല്ല വെൽ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത്, മനസ്സിലായോ? അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഓളിപ്പം കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലേ. അപ്പം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് ഓളെ പേര് വലിച്ചേക്കേണ്ട കാര്യം അത് മോശമാണ്.